നമസ്കാരം. ഫണ്ടർ 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം വളരെ ചെറുതാണ്, ലളിതമാണ്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് സെബിയുടെ ഒരു സർക്കുലറിന്റെ അകത്ത് പറയുന്നത് പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫ്ലുവൻസർ ഷീ വുൾഫ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഓപ്ഷൻ ക്യൂൻ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം പ്രശസ്തി നേടിയ അസ്മിത പട്ടേലിനെ കുറിച്ചാണ്. നിയമവിരുദ്ധമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഉണ്ടാക്കുന്ന എല്ലാവർക്കും പറ്റുന്ന അതേ വിധി തന്നെയാണ് അസ്മിതയും കാത്തിരുന്നത് എന്ന് മാത്രം. അതുകൊണ്ട് ഈ തട്ടിപ്പുകളൊന്നും ഇല്ലാണ്ടാകാൻ പോകുന്നൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും ഇവരുടെ തട്ടിപ്പ് രീതിയും അതേപോലെ തന്നെ മറ്റുള്ളവരെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതും ഒന്ന് അറിയുന്നത് നന്നായിരിക്കും. അസ്മിത പട്ടേൽ ഗുജറാത്തിൽ നിന്നാണ്. ബിരുദം നേടിയതിനു ശേഷം അധ്യാപനം ഉൾപ്പെടെയുള്ള വാക്ചാരുത വേണ്ട പല തൊഴിലുകളും എടുത്തു. അതിനുശേഷം സ്വന്തമായിട്ട് ട്രേഡിംഗ് തുടങ്ങി. പഠിച്ചതിന്റെ കൂടെ തന്നെ പഠിപ്പിക്കാനും തുടങ്ങി. സോഫ്റ്റ് സ്കിൽ ട്രെയിനറെ പോലെ തന്നെ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. ഇന്ത്യക്കാരെ എല്ലാവരും ട്രേഡ് ചെയ്യിക്കണമെന്നാണ് സതുദ്ദേശത്തോടു കൂടിയുള്ള എല്ലാ ഭാരതീയരും പണക്കാരനാക്കണമെന്നുള്ള, ഈ രാജ്യത്തു നിന്നും അസമത്വം ഇല്ലാതാക്കണമെന്നുള്ള സതുദ്ദേശത്തിന്റെ ഫലമായിട്ട് വളരെ നല്ല രീതിയിൽ ട്രേഡിങ്ങിന്റെ ട്രെയിനിങ്ങും തുടങ്ങി. ഇതിനുവേണ്ടി PR ഏജൻസി പോലുള്ള ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഏജൻസി എന്ന് പറയുമ്പോൾ ഇൻഹൗസ് മാർക്കറ്റിംഗ് ഏജൻസി, സ്വന്തമായിട്ട് മാർക്കറ്റിംഗ് ഉൾപ്പെടെ ആളുകളെ വെച്ചിട്ട് ട്രെയിനിങ്ങും പരിപാടികളൊക്കെ തുടങ്ങി. ഏത് സോഷ്യൽ മീഡിയയിൽ തുറന്നു നോക്കിയാലും തെളിഞ്ഞു വരുന്ന മുഖങ്ങളിൽ ഒന്നായി ഇവരുടേത്. അങ്ങനെ നല്ല രീതിയിൽ ട്രെയിനിങ് നടന്നുപോയി. പക്ഷേ സെബി ആരോപിക്കുന്നത് ഇവര് ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പണക്കാരനാകാം, കാത്തു നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ള രീതിയിലാണ്. അതായത് പല മൾട്ടി ലെവൽ മാർക്കറ്റിംഗുകാരും പറയുന്നത് പോലെ. അപ്പോൾ വലിയ ഒരു ലാഭം വാഗ്ദാനം ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കാം, നിങ്ങൾ വലിയൊരു എഫേർട്ടൊന്നും എടുക്കണ്ട, നിങ്ങൾക്ക് ടെക്നിക്കൽസും ഫണ്ടമെന്റ്സും ഒന്നും അറിയാതെ എൻ്റെ ചില സിമ്പിൾ മാത്തമാറ്റിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ട്രേഡിംഗ് നടത്തി കാശുകാരാകാം എന്ന രീതിയിലാണ് പരസ്യങ്ങളെല്ലാം ചെയ്തത് എന്നാണ് സെബി ആരോപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ട് ആയിരക്കണക്കിന് ആളുകളെ ട്രെയിൻ ചെയ്തു. അതിൻ്റെ അകത്ത് എത്ര പേര് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്നും അംബാനിമാരായി മാറിയെന്നുള്ളത് അറിയില്ല. പക്ഷേ എങ്കിൽ പോലും പഠിപ്പിച്ചു വിട്ടിട്ടുള്ള ചില അംബാനിമാര് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലെത്തി എന്നുള്ളതാണ് സത്യം വെളിവാകുന്നത്. ഇതിന്റെ ഫലമായിട്ട് ഈ മുൻകാല അംബാനിമാർ അവര് സെബിക്ക് കംപ്ലൈന്റ് ഒക്കെ ഫയൽ ചെയ്തു. നമുക്കറിയുന്ന പോലെ തന്നെ ഓപ്ഷൻ്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് ഒന്നും അത്ര വലിയൊരു വിലയൊന്നുമില്ല. പ്രത്യേകിച്ച് നേക്കഡ് പൊസിഷനൊക്കെ ആണെങ്കിൽ പറയും വേണ്ട. അങ്ങനെ കുറച്ച് മുൻകാല അംബാനിമാര് കുറെ തെളിവുകളൊക്കെ എടുത്ത് സെബിക്ക് കൊടുത്തു. സെബി അതിന്റെ മുകളിൽ വലിയ വലിയ അന്വേഷണങ്ങൾ കുറെ കാലം നടത്തി. ആ കാലയളവിലും കുറെ പേരുടെ പണം നഷ്ടപ്പെട്ടു. എന്തൊക്കെയായാലും ഫെബ്രുവരി 6-ാം തീയതിയെങ്കിലും ഒരു സർക്കുലർ ഇറങ്ങി. ഇവരുടെ ട്രേഡിംഗ് അക്കാഡമിയും ഭർത്താവിന്റെയും ഒക്കെ പേരിലുള്ള ഏകദേശം 53 കോടി രൂപ സെബി പിടിച്ചെടുത്തു. വീണ്ടും ഏകദേശം 56 കോടി രൂപയും കൂടി പിടിച്ചെടുക്കാതിരിക്കാൻ കാരണം കാണിച്ചിട്ട് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നിയമവിരുദ്ധമായിട്ടൊന്നും ഇല്ലെങ്കിൽ നോട്ടീസിന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അസ്മിതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ലീഗൽ എൻറ്റിറ്റീസിനും നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് അസ്മിത പട്ടേൽ ഗ്ലോബൽ സ്കൂൾ ഓഫ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്, അസ്മിത ജിതേഷ് ജേതുവാൽ പട്ടേൽ കിങ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് അക്കാഡമി, ജമിനി എന്റർപ്രൈസസ്, അതുപോലെ യുണൈറ്റഡ് എന്റർപ്രൈസസ് എന്നൊക്കെ പറയുന്ന എൻറ്റിറ്റീസിനാണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, പണം വാങ്ങിച്ചുകൊണ്ടിരുന്നത് അസ്മിത പട്ടേലോ അല്ലെങ്കിൽ അസ്മിത പട്ടേലിന്റെ മാത്രമായിട്ടുള്ള ഈ ട്രേഡിംഗ് സ്കൂളോ മാത്രമല്ല. കാരണം തെളിവുകൾ ഇല്ലാതാക്കാനും അതേപോലെ തന്നെ ഒരു കാലത്ത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പണം കോൺഫിസ്കേറ്റ് ചെയ്ത് പോകാതിരിക്കാനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ ഇത്തരത്തിലുള്ള പല വിദ്യകളും ചെയ്യും. അപ്പോൾ ഇവരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ലളിതമായിരുന്നു. പരസ്യം കൊടുക്കുക, വളരെ വലിയ റിട്ടേൺസ് ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ കളഞ്ഞു പോയ പണമല്ല എൻ്റെ ഈ ഒരു ചെറിയ ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആയിരങ്ങൾ കോടികളാക്കി മാറ്റാം എന്നുള്ള രീതിയിലുള്ള പ്രലോഭനങ്ങളും ആ പരസ്യങ്ങളുമായിരുന്നു കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. അവരെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ഓപ്ഷൻ ക്യൂൻ എന്നും ഷീ വുൾഫ് എന്നുമാണ്. 129 പേജുള്ള ചാർജ് ഷീറ്റ് പോലത്തെ സർക്കുലറിനകത്ത് പറയുന്നത് അവർ നടത്തിക്കൊണ്ടിരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് ലെറ്റ്സ് മേക്ക് ഇന്ത്യ ട്രേഡ്, എല്ലാ ഇന്ത്യക്കാരെയും ട്രേഡ് ചെയ്യിപ്പിക്കാമെന്നുള്ള രീതിയിൽ. മറ്റൊന്നുള്ളത് മാസ്റ്റേഴ്സ് ഇൻ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷെ പരാതിക്കാർ പറയുന്നത് പ്രൈസ് ആക്ഷനെ കുറിച്ച് കാര്യമായിട്ടൊന്നും ഇതിൽ പറയുന്നില്ല. കുറച്ച് ചില ചരിത്രപരമായിട്ടുള്ള ഡേറ്റ എടുത്തിട്ട് ഇന്ന കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഇന്ന ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ലാഭം ലഭിക്കും എന്നുള്ള ചില നുണുക്കുവിദ്യകൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുന്നു. മറ്റൊന്നുള്ളത് ഓപ്ഷൻ മൾട്ടിപ്ലയർ. അപ്പോൾ ഈ ഓപ്ഷൻ മൾട്ടിപ്ലയറിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചേരുകയും പണം കൂടുതൽ കൊടുക്കുകയും ചെയ്തത്. പക്ഷേ ഇതിന്റെ ഫലപ്രാപ്തി എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഈ കിട്ടിയ പണം കിങ് ട്രേഡേഴ്സിന്റെയും യുണൈറ്റഡ് എന്റർപ്രൈസും വഴിയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പലർക്കും അറിയാനുണ്ടാകുന്ന ഒരു വലിയ ജിജ്ഞാസ, ഇവർ ശരിക്കും ട്രേഡിംഗ് നടത്തുന്നുണ്ടായിരുന്നു, അഥവാ നടത്തുന്നുണ്ടായിരുന്നെങ്കിൽ തന്നെ ലാഭകരമായിരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ളവർ പലരും, ട്രെയിനിങ് കൊടുക്കുന്ന പലരും ട്രേഡിംഗ് ചെയ്യാറില്ല, അഥവാ ട്രേഡിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ
നമ്മൾ ചിലവരെയൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, പല സെബി പിടിച്ചവരെയും കണ്ടിട്ടുണ്ട്. ട്രേഡിംഗ് ചെയ്തിട്ട് 40-50 ലക്ഷം രൂപ അവർക്ക് നഷ്ടമാണ്. പക്ഷെ ട്രേഡിംഗ് നടത്തിയിട്ട് 300 ചില്ലറ കോടി രൂപ ലാഭം ഉണ്ടാക്കി എന്നുള്ളത്. പക്ഷെ അതിന് ചെറിയൊരു അപവാദമായിട്ട് ഇവര് പറയുന്നത് പോലെ വലിയ ലാഭമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും 12 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എത്ര രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് ഉള്ളത് അറിയില്ല. പക്ഷെ എന്നാലും ഇവർ മറ്റുള്ളവർക്ക് മോഹന വാഗ്ദാനം നൽകുന്ന പോലെ ലാഭമൊന്നും ഇല്ലെങ്കിലും ഇതുവരെയുള്ള അവരുടെ അവസ്ഥ അനുസരിച്ച് അവർ ലാഭത്തിലാണ്. അത് ഓപ്ഷൻസിൽ നിന്നാണോ ലാഭം, അതോ ഇക്വിറ്റി നിന്നാണോ കമ്മോഡിറ്റി നിന്നാണോ, അതൊന്നും നമുക്കറിയാൻ പാടില്ല. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ചാർജ് സെബി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ എല്ലായിടത്തും സംഭവിക്കുന്ന പോലെ തന്നെ ട്രെയിനിങ്ങിന് വരുന്ന എല്ലാവരെയും കൊണ്ടും അവർക്ക് ട്രേഡ് ചെയ്യുവാനുള്ള ഡിമാറ്റ് അക്കൗണ്ടുകൾ നിർബന്ധമായിട്ടും അവർ പറയുന്ന ബ്രോക്കറുടെ അടുത്തു നിന്നും എടുപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതുവഴി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബ്രോക്കറേജ് കമ്മീഷന്റെ വകയിൽ കൂടി ലാഭം ലഭിക്കും. ഇത്തരത്തിലുള്ള ഒരു ലാഭം ബ്രോക്കറേജ് വഴി ലഭിക്കുമ്പോൾ പലപ്പോഴും കൊടുക്കുന്ന അഡ്വൈസറി സർവീസ് നിക്ഷേപകർക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ബ്രോക്കറേജ് കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ട്രേഡിങ്ങിന്റെ ഫ്രീക്വൻസി വളരെയധികം കൂടും. പല ആൽഗോ ട്രേഡിങ്ങുകളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത്തരത്തിലാണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ചിലരൊക്കെ പറയും ആൽഗോ സ്ട്രാറ്റജി ഫ്രീ ആണ്, പക്ഷേ നിങ്ങൾ ഞാൻ പറയുന്ന ബ്രോക്കറുടെ അടുത്ത് നിന്നും ഡിമാറ്റ് അക്കൗണ്ട് എടുക്കണം. ഇത് കണ്ടിട്ട് ഒത്തിരി പേർ അതുവഴിക്ക് പോകും. ഇതിനകത്ത് പലപ്പോഴും പലരും ലാഭം ലഭിക്കുമ്പോഴും നഷ്ടം ലഭിക്കുമ്പോഴൊക്കെ മനസ്സിലാകാത്തൊരു കാര്യം, നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭം ടാക്സബിൾ ആണ്. ലഭിക്കുന്ന ലാഭം ടാക്സ് കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഒരു വിൽപ്പനയോ വാങ്ങുകയോ ചെയ്യാൻ പാടുകയുള്ളൂ എന്നുള്ള അടിസ്ഥാന പാഠം പലരും ഇന്നും അത്ര നോക്കാറില്ല. ട്രെയിനിങ്ങുകളെല്ലാം മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിനിങ് ഒന്നും മോശമല്ല. കാരണം നമ്മൾ സ്കൂൾ മുതലേ എല്ലാം ട്രെയിനിങ്ങുകളാണ്. സ്കൂളിലും കോളേജിലൊക്കെ നമുക്ക് ലഭിക്കുന്നത് അടിസ്ഥാന പാഠങ്ങളാണ്, ജീവിതത്തിന് വേണ്ട പാഠങ്ങളാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ എവിടെയാണ് ഇതിൻ്റെ തെറ്റിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങുന്ന എല്ലാവരും ബിൽഗേറ്റ്സ് ആകും എന്ന് പറയുന്നത് പോലെയാണ് മിക്ക ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പറയുന്നത്. നിങ്ങൾ കയറി ഇറങ്ങിക്കോ, 1000 രൂപ വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് 2 കോടി രൂപയാകാം എന്ന രീതിയിലാണ് പല പരസ്യങ്ങളും പോകുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കണ്ണികളാകുന്നത് പോലെ ഈ ഒരു മോഹന വാഗ്ദാനത്തിൽ വന്ന് ചാടാറാണ് പതിവ്. അപ്പോൾ അവസാനമായിട്ട് പറയുകയാണെങ്കിൽ, തട്ടിപ്പിന് ഇരയാവാൻ റെഡി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അസ്മിത പട്ടേൽമാർ ഇനിയും ഉണ്ടാകും. അക്കാര്യത്തിന്റെ അത് യാതൊരു സംശയവുമില്ല. പക്ഷെ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നത് അസ്മിത പട്ടേൽ കാലത്തനുസരിച്ച് മാറാത്ത ഒരാളായിരുന്നു എന്നാണ്. കാരണം നമുക്കറിയുന്ന പോലെ തന്നെ ഇന്ന് ട്രെയിനിങ് മാത്രം കൊടുക്കുന്നവരൊക്കെ ഏകദേശം നിന്ന മട്ടിലാണ്. അതിനു പകരം പുതിയതാണ് ഓപ്ഷൻ സ്ട്രാറ്റജീസ് വിൽക്കുന്നവർ. ഓപ്ഷൻ സ്ട്രാറ്റജീസ് സ്വന്തമായിട്ടുണ്ടാക്കുന്ന ആൽഗോ പ്ലാറ്റ്ഫോംസിനകത്തൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നു. നിങ്ങളൊന്നും ചെയ്യേണ്ട, എല്ലാം നമ്മുടെ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തോളും എന്നുള്ള രീതിയിൽ. ഇങ്ങനെയായി കഴിഞ്ഞാൽ പിന്നെ സെബിയുടെ വലിയൊരു നിയന്ത്രണമോ പെട്ടെന്ന് കഴുത്തിന് കുത്തിപ്പിടുത്തമൊന്നും ഉണ്ടാകില്ല. അറ്റ്ലീസ്റ്റ് അടുത്തൊരു കുറച്ചു കാലം വരെ ആൽഗോ ട്രേഡിങ്ങിന്റെ മുകളിൽ പിടിമുറുക്കുന്നത് വരെ, അതിനെക്കുറിച്ച് വലിയ കൺസൾട്ടൻസി പേപ്പർ ഇറക്കി അതിനെക്കുറിച്ച് വലിയ പഠനം നടത്തുന്നവരെ ഇക്കാര്യം നന്നായിട്ട് നടക്കും. മറ്റൊന്നുകൊണ്ടല്ല, എനിക്കുൾപ്പെടെ പല പല കോളുകളും ബ്ലോക്ക് ചെയ്തെങ്കിൽ പോലും ദിവസവും മിനിമം 2-3 കോൾസ് എങ്കിലും ആൽഗോ ട്രേഡിംഗ് വിൽക്കുന്നവരുടെ അടുത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. റെഡിമെയ്ഡ് ആൽഗോ ട്രേഡിംഗ് ആണ്, പണം മാത്രം ഇട്ടാൽ മതി, പണം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട്. അതിന് ചോദിക്കുന്ന പണം ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ ശതമാനക്കണക്കിലല്ല, ഫിക്സ്ഡ് റേറ്റ് ആണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ട്രേഡിങ്ങിന്റെ രൂപവും കോലവും മാറിയിട്ട് പുതിയൊരു തരത്തിലേക്ക് മാറി എന്നുള്ളതാണ് സത്യം. ഇതിന്റെ അർത്ഥം എല്ലാ ആൽഗോ ട്രേഡിങ്സോ എല്ലാ ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസോ ഒന്നും മോശമാണെന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ ട്രേഡിങ്ങിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ആൽഗോ ട്രേഡിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ച ആൽഗോ ട്രേഡിങ്സ് ഒന്നും സ്ട്രാറ്റജീസ് വാങ്ങിച്ച് ചെയ്യാതിരിക്കുക. അതിനു പകരം സ്വന്തമായിട്ട് കുറച്ച് പ്രൈസ് ആക്ഷൻ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് പറ്റുമെങ്കിൽ സ്വന്തമായിട്ട് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ട് അത് ഡിപ്ലോയ് ചെയ്യാൻ നോക്കുക. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് അത് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഒരു സ്ട്രാറ്റജി ഒരിക്കലും എല്ലാ കാലവും ഒരേപോലെ വർക്കൗട്ട് ആകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നൂതന കാലത്തിന്റെ തട്ടിപ്പായിട്ടുള്ള ആൽഗോ ട്രേഡിംഗും കരുതിയിരിക്കുക. ആൽഗോ ട്രേഡിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ, സ്വന്തമായിട്ട് സ്ട്രാറ്റജി ഉണ്ടാക്കി ഡിപ്ലോയ് ചെയ്യുക. ഇന്നത്തെ രീതി അതൊരു വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് പൈത്തണോ അങ്ങനെയുള്ള എന്തെങ്കിലും ഡിപ്ലോയ് ചെയ്യാൻ വേണമായിരുന്നു, ആറോ എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, നോ കോഡ് പ്ലാറ്റ്ഫോംസ് വളരെ കൂടുതലുണ്ട്. നിങ്ങളൊരു ടൈം ഡിലേയെ കുറിച്ച് വലിയൊരു ബോധമൊന്നും അല്ല എങ്കിൽ, നിങ്ങൾക്ക് നോക്കാൻ വലിയൊരു സമയമൊന്നും ഇല്ലെങ്കിൽ ആൽഗോ ട്രേഡിംഗ് ഡിപ്ലോയ് ചെയ്യുന്നതിൻ്റെ അകത്ത് വലിയൊരു കുഴപ്പമില്ല. പക്ഷേ അവയുടെ കാര്യക്ഷമതയെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ചിന്തിക്കുക. മോഹന വാഗ്ദാനങ്ങളോ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അത്തരത്തിൽ വീഴാതിരിക്കുക. അവസാനമായിട്ട് മറ്റാരോ പറഞ്ഞതുപോലെ സീരിയസ് ആയിട്ട് ട്രേഡിംഗ് നടത്തുന്നവരെ സംബന്ധിച്ച് ട്രെയിനിങ്ങിനുള്ള സമയം പലപ്പോഴും ഉണ്ടാവില്ല. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് സർക്കാർ ഓഫീസിൽ ഇരുന്നിട്ട് 10 മണി മുതൽ 5 മണി വരെ പണിയെടുത്ത് വീട്ടിൽ പോയിട്ട് വീട്ടിലെ പണികൾ എടുക്കാമെന്ന രീതിയിലുള്ളതല്ല. കൃത്യമായിട്ടുള്ള ഹോംവർക്കുകൾ ഇല്ലെങ്കിൽ ട്രേഡിംഗ്, അത് ഓപ്ഷൻ ട്രേഡിങ്ങോ സ്വിംഗ് ട്രേഡിങ്ങോ എന്തോ ആകട്ടെ, ക്യാപിറ്റൽ മാർക്കറ്റിനകത്തുള്ള ഇന്റർവെൻഷൻ, അതിന് റെഗുലർ ആയിട്ടുള്ള ഒരു ഹോംവർക്ക് വേണം. ഇല്ലെങ്കിൽ അധികം കാലം മുമ്പോട്ട് പോകില്ല.
ഇക്കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. ആരെങ്കിലും നിങ്ങളെ സമീപിക്കുമ്പോൾ ഇക്കാര്യങ്ങളെ അനുസൃതമാക്കിയിട്ട് മാത്രം നിങ്ങൾ ഉത്തരം നൽകാൻ ശ്രമിക്കുക. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.